ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ നടക്കുന്ന കാഴ്ച നേരിട്ട് കാണാനായിട്ട് കടപ്പുറത്തെത്തിയ പ്രതാപനാണെങ്കിൽ മാർക്കോയെയും ലോപ്പസിനെയും കണ്ടു ഞെട്ടുന്നു. തുടർന്ന് നീ എന്താണ് ഇവിടേക്ക് വന്നത് എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടേക്ക് വരാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പ്രതാപൻ പറയുമ്പോൾ ആ കൂട്ടുകാരൻ്റെ പേര് കണ്ണൻ എന്നാണോ എന്ന് ലോപ്പസ് ചോദിക്കുന്നത് കേട്ട് ഞെട്ടി വരയ്ക്കുന്നുണ്ട് പ്രതാപൻ. തുടർന്ന് നിന്നെ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് ശബ്ദം മാറ്റി വിളിച്ചത് എന്ന് മാർക്കോ പറയുമ്പോൾ എന്നെ നീ ഒന്നും ചെയ്യല്ലേ എന്ന് പ്രതാപൻ കെഞ്ചി പറയുന്നതും കണ്ണൻ സാറിൻ്റെ അച്ഛനെ കൊന്ന് തന്നെ ഞാൻ വെറുതെ വിടണം അല്ലേടാ. അങ്ങനെ ഒരു പാപം ചെയ്ത് തനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നില്ല. അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനെ ചവിട്ടി വീഴ്ത്തുന്നുണ്ട് മാർക്കോ. കണ്ണൻ സാറ് നടക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് വന്ന നീ തിരിച്ചു ചെല്ലുമ്പോൾ നടക്കാൻ പ്രയാസപ്പെടുന്നത് നിൻ്റെ അമ്മ കാണട്ടെ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവർ കാത്തിരിക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയും ലോപ്പസിനും കൂടി പ്രതാപനെ വീണ്ടും പൊതിരെ തല്ലിച്ചതയ്ക്കുന്നുണ്ട്. അങ്ങനെ തീരെ അവശനായിട്ടുള്ള പ്രതാപൻ ഇനി എന്നെ തല്ലിച്ചതയ്ക്കരുത്, ഞാൻ ചത്തുപോകുമെന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് ഡോസാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. തുടർന്ന് ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല എന്നും ശക്തമായിട്ടുള്ള മഴയിൽ ബൈക്ക് വരുന്നത് ഞാൻ കണ്ടില്ല, അങ്ങനെ ബൈക്കിൽ ലോറി തട്ടിപ്പോയതാണെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ നിനക്ക് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചുവിടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ലോപ്പസ്. ആക്സിഡൻറ്റിൽ കണ്ണൻ സാറിന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു. കണ്ണൻ സാർ ആണെങ്കിൽ അരയ്ക്ക് താഴേക്ക് തളർന്നു. എന്നിട്ടും തൃപ്തി വരാതെ കണ്ണൻ സാറ് നടന്നു തുടങ്ങിയോ എന്നറിയാനായിട്ട് നീ അദ്ദേഹത്തിൻ്റെ പുറകെ ചെല്ലാണ് അല്ലേടാന്ന് ചോദിച്ച് വീണ്ടും പ്രതാപിനെ വിരട്ടുന്നുണ്ട് കേട്ടോ മാർക്കോ. തുടർന്ന് സന്യാസി വേഷം കെട്ടി പ്രതാപൻ അമ്പലത്തിലേക്ക് ചെന്ന കാര്യത്തെക്കുറിച്ച് മാർക്കോ ചോദ്യം ചെയ്യുന്നുണ്ട്. നീയും നിൻ്റെ അമ്മയും നിൻ്റെ മകളും ഒക്കെ ദൈവനിഷേധം ചെയ്ത് നടക്കുന്നവരാണ്. പക്ഷേ അവർ സ്ത്രീകളായതുകൊണ്ട് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഫലം കൂടി നീ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനമായിട്ടുള്ള ഒരു താക്കീത് കൊടുത്ത് മാർക്കോയും ലോപ്പസും പോകുന്നു. തുടർന്ന് ദൂരെ കാറിലിരുന്ന് എല്ലാം നോക്കിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പരിതപിക്കുകയാണ് പ്രതാപൻ ചെയ്യുന്നത്. ഇതേസമയം മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനെയും കാത്തിരിക്കുകയാണ്. അപ്പോൾ കാറിൽ നിന്നിറങ്ങി പ്രതാപൻ നടക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് മുത്തശ്ശിയാണെങ്കിൽ എന്താണെന്ന് ചെന്ന് ചോദിക്കുന്നു. അവൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പോയിട്ട് എനിക്ക് നടക്കാൻ പറ്റാതെയായി, ആ മാർക്കോ എൻ്റെ കാല് തല്ലിയൊടിച്ചു എന്ന് പ്രതാപൻ പറയുന്നത് കേട്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അപ്പോൾ കണ്ണൻ നടക്കുന്നത് നീ കണ്ടില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് പ്രതാപൻ. കണ്ണൻ്റെ അച്ഛനെ കൊന്നതിൻ്റെ ദേഷ്യം ഇന്നാണ് അവർ തീർത്തത്. ഞാൻ സന്യാസി വേഷം കെട്ടി അമ്പലത്തിലേക്ക് ചെന്നില്ലേ, അതിന് തിരിച്ച് അവർ പ്രതികാരം തീർത്തതാണെന്നും പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയോട്. തുടർന്ന് നിന്നെയും അവൻ കാണാൻ വരുന്നുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്നെ എന്തിനാ അവൻ കാണാൻ വരുന്നതെന്ന് ചോദിച്ച് മുത്തശ്ശി ഭയപ്പെടുന്നു. ഞാൻ ഏതായാലും എൻ്റെ വീട്ടിൽ പോയി നിന്നാലോ എന്നാണ് ആലോചിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. ആരുടെ ഫോൺ വന്നാലും ഇറങ്ങിയോടി നിന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് മുത്തശ്ശി. പിന്നീട് കരുണയാണെങ്കിൽ കിച്ചണിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ആകെ തളർന്ന് നിൽക്കുകയാണ്. ഇതേ സമയം മഹി വന്നിട്ട് പണിയെല്ലാം കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കരുണ. എങ്കിൽ സ്റ്റൗ ഉൾപ്പെടെ എല്ലാം വൃത്തിയാക്കി ഇടണം, പിന്നെ വീടെല്ലാം ക്ലീൻ ചെയ്തിടണം എന്നെല്ലാം പറയുമ്പോൾ വീട് വൃത്തിയാക്കാനോ അതൊക്കെ അമ്മ ചെയ്തോളൂ എന്ന് കരുണ പറയുമ്പോൾ ഒരമ്മയും ചെയ്യില്ല, നീ തന്നെ ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് എന്നെ എങ്ങനെ ശിക്ഷിക്കുന്നതെന്ന് കരുണ ചോദിക്കുമ്പോൾ ഇത് നിനക്ക് തരുന്ന ശിക്ഷയല്ല എന്നും പെൺകുട്ടികൾ വീട് വൃത്തിയാക്കി ഇടേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചെല്ലാം കരുണയെ ഉപദേശിക്കുന്നുണ്ട് മഹി. തുടർന്ന് ഇപ്പോൾ പലരും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാതെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നതിനെക്കുറിച്ചും എനിക്കും കണ്ണേട്ടനും അത് തീരെ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് മഹി പറയുന്നുണ്ട്. ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, പുറമേ വീട് കൂടി വൃത്തിയാക്കി ഇടണമെന്ന് പറയുന്നത് വലിയ കഷ്ടമാണെന്നെല്ലാം കരുണ പറയുമ്പോൾ നിൻ്റെ അച്ഛൻ ചെയ്ത കൊടും ചതിയുടെ ശിക്ഷയാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. ആ കുറ്റത്തിന് അയാളിപ്പോൾ ജയിലിൽ കിടക്കേണ്ടതാണ്. അത് വേണ്ട എന്ന് വെച്ചത് ഉണ്ണി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം തകരും എന്ന് കരുതിയിട്ടാണ്. ഞാനാണ് കണ്ണേട്ടനോട് പറഞ്ഞത് നിൻ്റെ ജീവിതം തകർക്കരുത് എന്ന്. ആ സമയത്ത് കണ്ണേട്ടനാണ് ഇങ്ങനൊരു സജഷൻ വെച്ചത്. അതുകൂടി നടന്നില്ലെങ്കിൽ പിന്നെ കണ്ണേട്ടൻ്റെ നീക്കം എന്താണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ഇപ്പം തന്നെ വീട്ടുജോലികളെല്ലാം ചെയ്ത് എനിക്ക് നല്ല ക്ഷീണമുണ്ടെന്നെല്ലാം കരുണ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ പോകെ ശീലമായിക്കൊള്ളുന്നു പറയുന്നുണ്ട് കേട്ടോ മഹി. ഏതായാലും വേറെ നിവൃത്തിയില്ലാതെ എല്ലാം ചെയ്യാമെന്ന് തന്നെ കരുണ സമ്മതിക്കുന്നുണ്ടെങ്കിലും ഒരവസരം വന്നാൽ സ്റ്റൗ ഓൺ ചെയ്തു വെച്ച് മഹിയെ കൊലപ്പെടുത്താൻ തന്നെ ഒരു ഗൂഢപദ്ധതിയാണ് കരുണ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത്. പിന്നീട് ദുർഗിയാണെങ്കിൽ കരുണ തറ തുടയ്ക്കുന്നത് കണ്ട് ഞെട്ടലോടെ നോക്കി നിൽക്കുന്നു. തുടർന്ന്
ഞാൻ തുടയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ കരുണയുടെ കയ്യിൽ നിന്നും മോപ്പ് വാങ്ങിക്കാൻ ശ്രമിക്കുന്നതും ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് കരുണ. മോൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു ജോലിയും ചെയ്യാതെയല്ലേ നമ്മളെല്ലാവരും ഈ വീട്ടിൽ കഴിയുന്നത്. ഇനിയിപ്പോൾ ജോലി എടുത്തിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നാണ് എൻ്റെ തീരുമാനം എന്നെല്ലാം കരുണ പറയുന്നു. മോള് അടുക്കളയിൽ കയറുന്നുണ്ടല്ലോ, എങ്കിൽ പിന്നെ മറ്റു പണികൾ ഞാൻ ചെയ്തോളാം എന്നും ദുർഗ പറയുന്നുണ്ടെങ്കിലും എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം എന്ന് തന്നെയാണ് കരുണ പറയുന്നത്. മോളിത് ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷേ കണ്ണനെയും ലക്ഷ്മിയെയും ഭയന്നിട്ടാണ് മോൾ ഇതൊക്കെ ചെയ്യുന്നത്. അതാണ് ഞങ്ങളുടെ സങ്കടമെന്ന് വീണ്ടും ദുർഗ പറയുമ്പോൾ അവരെ ഭയക്കേണ്ട കാര്യം എന്താണെന്നെല്ലാം ദുർഗ ചോദിക്കുന്നുണ്ടെങ്കിലും കരുണ ഒന്നിനും കൃത്യമായിട്ടുള്ള മറുപടിയൊന്നും കൊടുക്കുന്നില്ല. മാത്രമല്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വീട് നോക്കാനല്ല, പക്ഷേ ലക്ഷ്മി വന്നത് എന്നെയും വീടും നോക്കാനൊക്കെ വേണ്ടി മാത്രമാണ്. എന്നിട്ടിപ്പോൾ ലക്ഷ്മിക്ക് എല്ലാ സുഖവും സൗകര്യങ്ങളും ഉണ്ട്. വിധി ആകെ മാറിമറിഞ്ഞു. എൻ്റെ അവസ്ഥ എങ്ങനെയായി? തുടർന്ന് ഇതെൻ്റെ ഇതിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഇത് ഞാൻ തന്നെ അനുഭവിച്ച് തീർത്തോളാം എന്നെല്ലാം നിരാശയോടെ പറയുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് ദുർഗയാണെങ്കിൽ കരുണ തറ തുടയ്ക്കുന്ന ആ വീഡിയോ എടുക്കുന്നു. എന്നിട്ട് ഇത് മോളുടെ അച്ഛൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കാമെന്നും അവർ രണ്ടുപേരും ചേർന്ന് മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കട്ടെ എന്നും സ്വയം മനസ്സിൽ പറയുന്നു. അങ്ങനെ കരുണ കമലേശ്വരത്തെ വീട്ടുജോലികളെല്ലാം ചെയ്യുന്നത് കണ്ട് ഹൃദയം തകർന്നു പോവാണ് പ്രതാപൻ്റെ. ഇതേ സമയം മുത്തശ്ശി വന്നിട്ട് നീ എന്താ കാണുന്നതെന്ന് മുത്തശ്ശി വരുന്നത് കാണുമ്പോൾ പ്രതാപനാണെങ്കിൽ മൊബൈൽ മാറ്റി വയ്ക്കുന്നുണ്ട്. നീ എന്താ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ല അമ്മേ എന്ന് പ്രതാപൻ പറയുന്നുണ്ടെങ്കിലും നിൻ്റെ മൊബൈലിലേക്ക് വീഡിയോ അയച്ചിട്ട് ദുർഗ എന്നെ വിളിച്ചിരുന്നു, അതുകൊണ്ട് നീ ഒന്നും മുളിക്കണ്ട എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. തുടർന്ന് മുത്തശ്ശി കരുണ വീട്ടുജോലികളെല്ലാം ചെയ്യുന്ന ആ ഒരു ദൃശ്യങ്ങൾ കണ്ട് ചങ്ക് പൊട്ടി കരയുന്നുണ്ട്. ഇതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യും അമ്മയെന്ന് പ്രതാപൻ നിസ്സംഗതയോടെ ചോദിച്ച് കരയുമ്പോൾ നീ എന്ത് ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ കരണടിച്ച് പൊട്ടിക്കുന്നുണ്ട് മുത്തശ്ശി. നീ ഒരുത്തനെ ലോറി ഇടിച്ച് കൊന്നതുകൊണ്ടാണ് എൻ്റെ മോൾക്ക് ഈ ഗതി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചങ്ക പൊട്ടി കരയാണ് മുത്തശ്ശി. ആ ഒരു പ്രതാപനെ തല്ലുന്ന ആ ഒരു ശബ്ദം കേട്ട് മോഹിനി അവിടേക്ക് വരുന്നുണ്ട്. തുടർന്ന് ഇത് നീ കാണടി, നിൻ്റെ കണ്ണിൻ്റെ കാഴ്ച കൂടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ മുത്തശ്ശി മോഹിനിയെയും ആ ദൃശ്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ ആ ഒരു ദേഷ്യം മുഴുവൻ മോഹിനിയുടെ നേരെ തീർക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്